ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരീസർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തുള്ള മാർഗങ്ങൾ ഈ ദിവസത്തെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുകയാണ്, തങ്ങൾ കണ്ട അത്ഭുതങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികളെ ഓർത്ത് ജനമെല്ലാം ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് മടി വിചാരിക്കരുത്. അധരങ്ങൾ തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. യേശു വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുക. ഹല്ലേലൂയ. സങ്കീർത്തനം 119:71-72. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹനങ്ങളുമൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മൾ സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആര് മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കുന്നുവോ അവരുടെ മേൽ വലിയ ദൈവശക്തി ഇറങ്ങി വരുവാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനം 59:16-17. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. കരമിട്ട് പിടിച്ച് ആ വചനം എന്ന് പറഞ്ഞേ, ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങന്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികളാലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയാം. ഉച്ചത്തിൽ ഞാൻ അങ്ങേ പ്രകീർത്തിക്കും, ഉച്ചത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കും. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ നാദരം തുറന്ന് സ്തുതിക്കാമോ? നാദരം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഉണർവോടെ, അഭിഷേകത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സങ്കീർത്തനം 66:1 മുതലുള്ള തിരുവചനങ്ങൾ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. 2 കരമിത്ത് പിടിച്ച് വചനം ഒച്ചത്തിൽ പറഞ്ഞേ, ഭൂവാസികളെ, 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 ഭൂവാസികളെ ആഹ്ലാദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തിന്, ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം, എത്ര ഭീതിജനകം. അങ്ങയുടെ ശക്തി പ്രവാഹത്താൽ, അങ്ങയുടെ ശക്തി പ്രവാഹത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും, അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു, അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു, അവർ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന്, അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു, സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒന്ന് കാണുവിൻ,
അങ്ങ് കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനും തുറന്ന് സ്തുതിക്കാമോ? ശബ്ദത്തോടെ ശബ്ദം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വായി തുറന്ന് സ്തുതിക്കാമോ? മാലാഖമാരോട് സ്വർഗ്ഗവാസികളോട് ചേർന്ന് എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉണ്ട് സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരു മടി വിചാരിക്കരുത്. നമ്മൾ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ഈ കഴിഞ്ഞ ഞായറാഴ്ച കൊടുങ്ങായിലെ കൺവെൻഷൻ കഴിഞ്ഞു. തിങ്കളാഴ്ച ഞാൻ പോട്ട ആശ്രമത്തിൽ ഒരു ധ്യാനമുണ്ട്. ഞായറാഴ്ച തുടങ്ങിയതാണ്. 420 പേര് അവിടെ ധ്യാനിക്കാം. അവിടെ തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ഞാനായിരുന്നു ശുശ്രൂഷ. അവിടുത്തെ ശുശ്രൂഷയിൽ അവസാന ഭാഗത്ത് ഞാനിങ്ങനെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക. അനേകരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ഹീലിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ഗോഡ്മിൻ എന്നാണ് പേര്, ഒരു 20 വയസ്സാണ്. പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗമാണ് അത്. അസ്ഥികൾക്ക് മുകളിൽ അസ്ഥി വളരുക. നമ്മുടെ അസ്ഥികൾ അതിൻ്റെ മുകളിലേക്ക് അസ്ഥി വളർന്നു വരുന്ന രസം. അങ്ങനെ അസ്ഥി വളർന്നിട്ട് ഞരമ്പുകൾ കട്ടാകുന്ന ഒരു രോഗം. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു രോഗമാണ്. അപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന അസ്ഥികളുടെ കയ്യിൽ നിന്ന് പൊങ്ങത്തില്ല. മൊത്തത്തിൽ ഇങ്ങനെ പല ഭാഗത്ത് അസ്ഥികൾ വളരുകയാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥി കിളുത്തു വരിക എന്ന് പറയും. വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ല. ഇങ്ങനെ ഒരു രോഗം അപൂർവമാണ്. ഞാൻ മോൾക്കൊണ്ട് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഈ അസ്ഥികളൊക്കെ അപ്രത്യക്ഷമാവട്ടെ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവളും കൂടെയുള്ളവരൊക്കെ കരയുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈശോ നിന്നെ തൊട്ടു, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും അച്ഛനും ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയും ആൾക്കാരും കുറേ പേര് അവിടെ നിൽക്കുകയാണ്. ഇവൾ കൈ ഉയർത്തിപ്പിടിച്ചു ഉച്ചത്തിൽ കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അവൾ പറയുന്നു, വളർന്നു നിന്ന ശരീരഭാഗത്തെ അസ്ഥികൾ കാണുവാനായിട്ടില്ല. ഹല്ലേലൂയ. അവളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ അസ്ഥികളിൽ നിന്ന് പുറത്തേക്ക് വളർന്നു വന്നിരിക്കുന്ന അസ്ഥികൾ കാണുവാനില്ല. അത്ഭുതകരമായ ഒരു മിറക്കിൾ ഹീലിംഗ് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി കൈ ഉയർത്തിപ്പിടിച്ച് നിലവിളിക്കായിരുന്നു. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ജെറമിയ 31:26 കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അത് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊള്ളുക. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ പോകുക. തകർന്ന ജീവിതങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പണിയുയർത്തും. നിന്റെ രോഗം എത്ര ഗൗരവമുള്ളതാകട്ടെ, യേശുവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഉറപ്പാണ്. ഈ 5 ദിവസങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് വലിയ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ദിവസങ്ങളാ. ഹല്ലേലൂയ. ഞാൻ ഉറപ്പ് തരാം, ഈ ദിവസങ്ങളിൽ ദൈവം വലിയ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തരും. നിങ്ങളുടെ സഹനങ്ങളിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. വലിയ അടയാളങ്ങളിലൂടെ കർത്താവ് തൻ്റെ വചനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയായ ഒരു മനുഷ്യനെ കുറിച്ച്. ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ കുളത്തിലെ വെള്ളം ഇളകും. ദൈവത്തിന് ദൂതൻ വന്ന് ഇളക്കുമെന്നാണ്. അപ്പോൾ ആര് ആദ്യം ഇറങ്ങുന്നോ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കും. കുളത്തിലെ വെള്ളം ഇളക്കുക. ഈ ദിവസങ്ങളിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വരും. അന്ന് കുളത്തിൽ ദൈവദൂതൻ വെള്ളം ഇളക്കിയെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കും. കുളത്തിലെ വെള്ളം ഇളക്കിയെങ്കിൽ നിങ്ങളെ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് പിടിച്ചു കുലുക്കാനായിട്ട് പോവുകയാണ്. നിന്റെ രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, കടബാധ്യതകളിലേക്ക് എല്ലാം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വരാനായിട്ട് പോകുക. ഹല്ലേലൂയ.
രണ്ട് കരങ്ങൾ വീട്ടിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കട്ടെ ശക്തമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ സ്തുതിച്ചേ, എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ, ഏക മനസ്സോടെ സ്തുതിച്ചേ, യേശുവേന്ന് വിളിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ചേ, പോരാ, ശക്തിയോടെ കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ബെത്സയിദ കുളക്കരയിലേക്ക് വരികയാണ്. അവിടെ വചനം പറയുന്നു, അനേകം കുരുടന്മാരും മുടന്തന്മാരും രോഗികളുമൊക്കെ അവിടെ കിടപ്പുണ്ട്. അവരെല്ലാവരും പ്രതീക്ഷ ഉള്ളവരായിരിക്കും. കുളത്തിലെ വെള്ളമിറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങാം. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് കിടക്കുകയാണ്. ആ 38 വർഷമായിട്ട് അവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവന് ഉറ്റവരോ ഉടയവരോ സ്നേഹിതരോ ആരുമില്ല, അല്ലെ ആർക്കും വേണ്ടിവരെ. കുളത്തിലെ വെള്ളം ഒന്ന് ഇളകുമ്പോൾ ഒന്ന് ഇറക്കി മുക്കിച്ചാൽ മതി, സൗഖ്യം പ്രാപിക്കും. പക്ഷേ 38 വർഷമായിട്ട് ആ കുളക്കരയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മനുഷ്യൻ, അവഗണിക്കപ്പെട്ട മനുഷ്യൻ, മനസ്സ് മുഴുവൻ മുറിവേറ്റ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. യേശു അവൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ അടുക്കലേക്ക്, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരുവൻ്റെ അടുക്കലേക്ക്, ജീവിതത്തിൽ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട ഒരുവൻ്റെ അടുക്കലേക്ക് യേശു വരികയാണ്. ഈ വചനഭാഗത്ത് അതാണ് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത്. 38 വർഷമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തക്കാർക്കും വേണ്ട, അവനെ ഒന്ന് സഹായിക്കാനോ ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ, ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചു കിടന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു വരിക. ഈ ദിവസങ്ങളിൽ യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരും, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുവാൻ, തകർന്ന ജീവിതങ്ങളെ വീണ്ടും പണിതുയർത്തുവാൻ, നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് നിനക്ക് മടക്കി തരുവാനായിട്ട് യേശു നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഈ ദിവസങ്ങളിൽ, ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ വന്നിരിക്കും. ഉറപ്പായത് ഹല്ലേലൂയ. ഉറപ്പായിട്ടും യേശു നിന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പോകുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം പറയുന്നു, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. പ്രത്യാശ ഉള്ളവരും പ്രത്യാശ ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും, ഈ തടവുകാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയും സാത്താന്റെ തടവറയിൽ ആയിരിക്കുന്നവർ, മനസ്സിലെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട് നിരാശയിലും ഉത്കണ്ഠയിലും ഭയത്തിലും വേദനയിലുമൊക്കെ ആയിരിക്കുന്നവർ, മനസ്സിന്റെ തടവറയിൽ കിടക്കുന്ന മനുഷ്യർ. നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങളുടെ രക്ഷാദുർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആകാശത്തിന് കീഴിൽ ഒറ്റ ഒരാളെ രക്ഷയ്ക്കുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. രക്ഷാദുർഗം, രക്ഷയുടെ ഈ പാറ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ, സമ്പത്താകാം, സ്ഥലമാകാം, ജോലിയാകാം, നിനക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇരട്ടിയായിട്ട് മടക്കി തരാൻ കർത്താവ് തയ്യാറാണ്. നീ കർത്താവിലേക്ക് തിരിച്ചു വരണം. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ കർത്താവിനെ